കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് KSUവിന്റെ 4-5 ചെറുപ്പക്കാർ കരിങ്കൊടി ഉയർത്തി കാണിച്ചപ്പോൾ നമ്മുടെ ആരോഗ്യമന്ത്രിക്ക് ഗുരുതരമായ കഴുത്തിന് പരിക്ക് പറ്റുകയും പിന്നീട് അവരെ ICUവിൽ അഡ്മിറ്റ് ചെയ്യുകയും വളരെ പെട്ടെന്ന് ഏതാനും മണിക്കൂർ 1 മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ട് ICUവിൽ വെച്ച് അസുഖം ഏകദേശം ഭേദപ്പെട്ട ശേഷം അവരുടെ സ്വന്തം കാറിൽ അവരെ യാത്ര ചെയ്യുകയും പിന്നീട് എന്നൊക്കെ പറയുന്ന ചില വാർത്തയും വിവാദങ്ങളും ഒക്കെ വന്നിരുന്നു. ഒരു കരിങ്കൊടി കൊണ്ട് ഇത്രയൊക്കെ പരിക്ക് പറ്റൂ എന്ന് ചോദിച്ചാൽ ഒരു കരിങ്കൊടി കഷ്ണം കൊണ്ട് കഴുത്തിന് മാരകമായ പരിക്ക് പറ്റുമെന്ന് തെളിയിച്ച ആരോഗ്യമന്ത്രിയുള്ള നാടാണിത്. പിന്നെ മുഖ്യമന്ത്രിയുടെ സപ്പോർട്ടും. ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ സപ്പോർട്ട് കൊണ്ട് ജീവനരക്ഷാ പ്രവർത്തനങ്ങൾക്ക് നേരിടേണ്ടി വന്ന കുറച്ച് ആൾക്കാരും പിന്നെ അദ്ദേഹത്തിന്റെ മഹാകാരുണ്യം കൊണ്ട് ജയിലിൽ പോകേണ്ടി വന്ന കുറച്ച് ആൾക്കാരും കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പ്രസ് ക്ലബ്ബിൽ നിന്ന് ഒരുമിച്ച് കൂടിയിരുന്നു. ഞാനും പോയിരുന്നു. കാര്യം 2 ദിവസം നമ്മളും കിടന്നാണല്ലോ, അപ്പൊ അനുഭവം ഒന്ന് പങ്കുവെക്കണമല്ലോ. ഷാജൻ സ്കറിയ, ക്രൈം നന്ദകുമാർ, DNA ന്യൂസ്, സുമേഷ് മാർക്കോപ്പോളോ, അങ്ങനെ നിരവധി പേർ. നമ്മളെ മന്ത്രിയുടെ കഴുത്ത് കരിങ്കൊടി കൊണ്ട് പരിക്കേൽപ്പിച്ച പയ്യന്മാരും വന്നിരുന്നു. എല്ലാവരുടെ സംസാരം എന്റെ കയ്യിലുള്ളതൊക്കെ ഞാൻ വരും വീഡിയോകളിൽ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കാം. ഷാൻസ്കറിയ തന്റെ സ്വന്തം അനുഭവങ്ങളും മറ്റു ചിലരുടെ അനുഭവങ്ങളും പുറമെ പ്രധാനമായും നമ്മുടെ കണ്ണൂരിൽ ആരോഗ്യമന്ത്രിയുടെ കഴുത്ത് തല്ലി ഒടിച്ച മാരകമായി പരിക്കേൽപ്പിച്ച KSUവിന്റെ പ്രവർത്തകരുണ്ടല്ലോ, അവരെ കുറിച്ച് സംസാരിക്കേണ്ടായി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഏതായാലും ഇതിന് താഴെ എഴുതണം. കാരണം 3ാം പിണറായി സർക്കാരാണെങ്കിൽ ഒരു പക്ഷേ വരുന്നെന്നുണ്ടെങ്കിൽ അടുത്ത സംഗമത്തിന് ഇനി ആരൊക്കെ ബാക്കിയുണ്ടെന്ന് അറിയാൻ പറ്റില്ല. ഇപ്പോഴൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കണ്ട് സായുജ്യമടയാലോ. നമ്മുടെ ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ വേണ്ടി പലരും ഇവിടെ ഇരിപ്പുണ്ട്. അവരെ നമ്മൾ പരിഗണിക്കണം. ഞാൻ അവിടെ പുറകിൽ ഇരുന്നപ്പോ ഏറ്റവും ഒടുവിൽ പിണറായിസ്റ്റ് ഭീകരതയ്ക്കിരയായ 4 കുട്ടികളെ കളിക്കുന്നത് നമുക്കൊക്കെ അറിയാം. നമ്മുടെ കടുത്തുളുക്ക് മന്ത്രിയുടെ ഇരകൾ ഇവരാണ്. മന്ത്രി വീണ ജോർജിനെ കരിങ്കൊടി കാണിച്ചു, നമ്മൾ കണ്ടത്. കരിങ്കൊടി കാണിച്ചു എന്ന ഒറ്റ കുറ്റകൃത്യത്തിന് അവര് ബോധമിട്ട് വീഴുകയും ICUവിലാവുകയും ICUവിൽ നിന്ന് പിന്നീട് പത്തനംതിട്ടയിലേക്ക് കുടുങ്ങി വരികയും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ ആ കുട്ടികൾ വേണ്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് വാസ്തവത്തിൽ എന്റെ കഥ ഞാൻ തന്നെ എല്ലാ ദിവസവും പറയാറുണ്ട്. അവരുടെ എന്റെ കഥകൾ എനിക്ക് ബഹുമാനപ്പെട്ട എല്ലാവർക്കും അറിയാറുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് ഇരകളായിരിക്കുന്ന ഇവിടെ വന്നിരിക്കുന്നത്, അതുപോലെ ഞാൻ വേറൊരാളെ പരിചയപ്പെട്ടു, മുഖത്തല, അദ്ദേഹവും പോലീസിന്റെ അങ്ങനെ ഇവിടെ ഇരിക്കുന്നതൊക്കെ തന്നെ ഇരകളാണ്. അവരൊക്കെ സംസാരിക്കാൻ അവസരം കൊടുക്കുമെന്ന് അപേക്ഷിക്കുന്നു. ഞാൻ ഇത്രയും പറയുന്നുള്ളൂ. ഞാൻ 10 വർഷമായി പിണറായി 2014 പിണറായി അധികം ഷാജാൻ സാർക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ എനിക്കറിയത്തില്ല 2014 പിണറായി അധികാരത്തിൽ വന്ന കേരളം നന്നാവുമെന്ന് കരുതി അതിന് ക്യാമ്പയിൻ ചെയ്തുകൊണ്ടിരുന്ന ഒരാളായി. ഒരുപക്ഷെ പിണറായി അധികാരത്തിൽ വരാൻ കാരണക്കാരായ ആളുകളിൽ ആയിരക്കണക്കിന് ആളുകൾ ഒരാൾ ഞാനാണ്. അല്ലെങ്കിൽ ഏതാണ്ട് 6 മാസത്തോടു കൂടി അദ്ദേഹത്തോട് യുദ്ധം ആരംഭിച്ചതാണ്. 9.5 വർഷം യുദ്ധം ചെയ്തല്ല, ഏതാണ്ട് 8.5 വർഷം 9.5 വർഷം യുദ്ധം ചെയ്തു. പക്ഷെ യഥാർത്ഥത്തിൽ എന്നെ വേട്ടയാടാൻ നമുക്ക് 3 വർഷമായിരുന്നു. 2023 മുതലാണ്. അതുവരെ എന്നെ ഇഗ്നോർ ചെയ്തിരിക്കുകയാണ്. ഈ 23 മുതൽ വേട്ടയാടാൻ തുടങ്ങിയപ്പോൾ എനിക്കുണ്ടായിരുന്ന കാഴ്ചപ്പാടല്ല 3 വർഷം കഴിഞ്ഞ് ഇപ്പോഴും. പിണറായിയുടെ ഒരു ഭാഗം മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിണറായിയുടെ സ്വഭാവം എങ്ങനെയാണ്? പകയുണ്ട്, പക വീഴുന്നത് പിണറായി അംഗീകരിക്കേണ്ടത്. പക്ഷെ പിണറായിക്ക് അപ്പുറത്തേക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ. പിണറായി മാത്രമല്ല, പിണറായിയേക്കാൾ വശിപ്പ് ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ഞാനുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ കോടതി പരിഗണിക്കവേ ചില മോശം പരാമർശങ്ങൾ, മോശമെന്ന് എനിക്ക് തോന്നാം, പക്ഷെ അല്ല, ചില പരാമർശങ്ങൾ നടത്തിയെന്ന് പത്രങ്ങളിൽ വാർത്ത വന്നു. കോടതി അങ്ങനെ പരാമർശം നടത്തിയിട്ടില്ല. ഈ സമയത്ത് ഇതൊരു അവസരമാണ്. ഈ 2 മാസമായിട്ടുള്ളൂ, 1-2 മാസമായിട്ടുള്ളൂ. ഈ സമയത്ത് ഒരു അവസരമാണ്. തെരഞ്ഞെടുപ്പിൽ അത് ഗുണകരമാകും എന്ന് പറഞ്ഞ് പിണറായിയെ പോയി കണ്ടത് മന്ത്രി പി രാജീവ്. അന്ന് പിണറായി പി രാജീവിനോട് പറഞ്ഞത്, ഇത് ഇലക്ഷൻ സമയമാണ്, നമ്മൾ ഒരുപാട് പരിശ്രമങ്ങൾ നടത്തിയിട്ട് വിജയിക്കാതെ പോയി, ഒരിക്കൽ കൂടി റിസ്ക് എടുക്കണമെന്ന് ചോദിച്ചു. അല്ല, പക്ഷെ അത് കൊള്ളാം, അത് ഗുണം ചെയ്യും എന്നാണ് പി രാജീവ്. അപ്പൊ നമ്മൾ പിണറായിയെ മാത്രം പഠിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഈ സിസ്റ്റം മൊത്തം അങ്ങനെയാണ്. പിണറായി വിജയൻ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഒരു അടിമവർഗത്തെ സൃഷ്ടിച്ചത്. ഈ അടിമവർഗത്തിൽപ്പെട്ട എല്ലാവരും ഈ ഒരു കറക്റ്റഡ് ആയിട്ടുള്ള ഈ ഗുണ്ടായിസ്റ്റ് സംവിധാനത്തിന്റെ ഭാഗമാണ്. ഇവർ ഞാൻ പറഞ്ഞപ്പോ ഈ പിണറായി കാര്യം ഓർക്കുക, KSU പിണറായി കാര്യം ഓർക്കുക. പിണറായി പറഞ്ഞതൊന്നും അല്ല. പിണറായിയുടെ ശിഷ്യത്വത്തിൽ നിന്നും മന്ത്രി വീണ ജോർജിന് കിട്ടിയ ഒരു ആവേശമാണ്. അത് ഓർക്കണം. ഇവിടെ നിന്ന് പ്ലാറ്റ്ഫോം 3 മാറിക്കടന്ന് അവിടെ ചെന്നപ്പോ സ്പീക്കറെ കണ്ടപ്പോൾ സ്പീക്കറുടെ ഉപദേശപ്രകാരം സ്പീക്കറാണ് ആദ്യം പ്രഖ്യാപിക്കുന്നത്,
മന്ത്രി അറ്റാക്ക് ചെയ്തു. മന്ത്രി പറഞ്ഞില്ല, അതിന് മുമ്പ് മന്ത്രി പോയതാ. മന്ത്രി അറ്റാക്ക് ചെയ്തു. മന്ത്രി വളരെ ക്ഷീണതയാണ്, ആശുപത്രിയിലാക്കാണെന്ന് പറഞ്ഞ സ്പീക്കർ. ഈ ഒരു സിസ്റ്റം ഉണ്ട്. പക്ഷെ എന്നിട്ട് ആ സ്പീക്കർക്ക് ഒരു ഗുണമുണ്ടായില്ല, പുള്ളിക്ക് സീറ്റ് കിട്ടിയില്ല കേട്ടോ. പുള്ളി വളരെ വിഷണ്ണനാണെന്ന് പുള്ളിയുടെ അടുത്ത പ്രവർത്തകർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. വളരെ വിഷണ്ണനാണ്, കാരണം ഇങ്ങനെയൊക്കെ ഒത്തു നിന്നിട്ട് സീറ്റ് കിട്ടി. അതിന് മാനദണ്ഡങ്ങളുണ്ട്. അപ്പൊ ഈ ഒരു സിസ്റ്റം വളരെയധികം കറക്റ്റഡായി അതിന് നേതൃത്വം കൊടുത്ത് അതിന് മുമ്പിലിരുന്ന് പലപ്പോഴും പിണറായി അറിയണമെന്ന് പോലുമില്ല. ഇതിൽ പിണറായിയേക്കാൾ പങ്കുവഹിച്ച പലരും, പി ശശിയെ പോലുണ്ട്, അവരുടെ പിടിവാശികള്. നയനാരുടെ മുഖ്യമന്ത്രി, നയനാരുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു പോയി നാട് ഭരിച്ചത്, അങ്ങനെ തന്നെയാണ് ഭരിക്കേണ്ടത് എന്ന് ശശി ധരിച്ച് വശായിരിക്കും. പക്ഷെ ഞാൻ അതിനെ പോസിറ്റീവ് ഉണ്ടാക്കാം. കാരണം ഈ ശശി പിന്നീടാണ് മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിലേക്ക് വരുന്നത്, ആദ്യമൊന്നുമില്ല. ഒരുപക്ഷെ ഈ 10 വർഷം കൊണ്ട് പിണറായി ഇറക്കി വിടണമെന്ന് വാശിയുള്ളത് കൊണ്ടാവാം അങ്ങനെ ഒരു നിശ്ചയം ഉണ്ടാകുന്നത് ഞാൻ കരുതുന്നത്. അല്ലെങ്കിൽ ശശി മതിലായിരിക്കും ഇത്രയും വർഷമാവുമായിരുന്നില്ല. ബ്രിട്ടാസിനെ പോലുള്ള ഒരാളുടെ കൺട്രോൾ നഷ്ടപ്പെട്ടപ്പോഴാണ് പിണറായി ഇമേജ് ഇത് കൊണ്ടുപോയി. 2021 വീണ്ടും അധികാരത്തിൽ വരികയാണ് പിണറായി. അതിനൊരു കാരണം ബ്രിട്ടാസിനെ പോലെ അതിവിദഗ്ധനായ, ബുദ്ധിമാനായ, പ്രഗത്ഭനായ ഒരാളുടെ തന്ത്രങ്ങളാണ്. പക്ഷെ ബ്രിട്ടാസ് രാജ്യസഭാംഗമാവുകയും ശശിയെ പോലുള്ളവരെ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തപ്പോൾ കുത്തിയടിച്ചതൊക്കെ ഒലിച്ചു പോകുന്നു. ആ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നു. പിണറായി ഇത്രയധികം നാളും 2021 ശ്രീ ഷാജഹാൻ, എന്റെ സുഹൃത്ത് ശ്രീ ഷാജഹാൻ പറഞ്ഞതാണ്, പിണറായിയുടെ ഭരണം അവസാനിക്കുകയാണ്. എന്നാൽ ഇതിനെ മറികടക്കാനുള്ള ശേഷി പിണറായിയോടൊപ്പം നിന്നിരുന്ന PR ടീമിനുണ്ടായിരുന്നു. പക്ഷെ ഇക്കുറി അങ്ങനെ അല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പറയാൻ പറ്റത്തില്ല. ഞാൻ വിശ്വസിക്കുന്നു അതിന്റെ കാരണം ഈ ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള ഈ കൃത്യമായി PR ചെയ്തിരുന്ന സംഘം മാറിപ്പോയി. എനിക്ക് തോന്നുന്നു നികേഷ് കുമാറിന്റെ ലക്ഷ്യം തന്നെ അച്ഛനോട് വൃത്തികേട് കാണിച്ച CPM-നോടും മുഖ്യമന്ത്രിയോടും ഒക്കെ പക വീട്ടണമെന്ന ലക്ഷ്യത്തിലാണെന്ന് തോന്നുന്നു നികേഷ് കുമാർ കസേരയിൽ പോയി ഇരുന്ന് PR ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഇത്രയും വലിയ നാടകം. അതായത് നമ്മളെ ഒരു യാഥാർത്ഥ്യം എന്തെന്ന് വെച്ചാൽ നമ്മൾ എന്തല്ലയോ അതാണ് എന്ന് നമ്മൾ നടിച്ചാൽ അധികകാലം നിലനിൽക്കാൻ പറ്റത്തില്ല. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് താരങ്ങൾ ഉണ്ടാവാറുണ്ട്. ആ താരങ്ങളൊക്കെ ഞൊടിയിടയിൽ അസ്തമിച്ചു പോകും. കാരണം അവരെ അല്ലാത്ത അവസ്ഥ അവർക്ക് നിലനിൽക്കാൻ കഴിയില്ല. നോക്കൂ, സുജിത് ഭക്തന് കൊടുത്ത അഭിമുഖത്തിൽ വളരെ കൃത്യമായി സ്ക്രിപ്റ്റ് എഴുതുന്നു. പിണറായിക്കെതിരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണമായി ഉയർന്നു വരുന്നത് കണക്കു പുറത്തേക്കുള്ളതാണ്. അങ്ങനെയല്ല, ഏത് മാടാ മക്കളെ എന്നാക്കാനായിട്ട് അദ്ദേഹം തീരുമാനിക്കുന്നു. പക്ഷെ എന്ത് സംഭവിച്ചു? ആ ഇന്റർവ്യൂ പുറത്തു വന്ന് 2 ദിവസം കഴിഞ്ഞതിന് മുമ്പ് വീട്ടിൽ പോയി പറയണ എന്ന് പറയുന്നു. ഇത് വളരെ സ്വാഭാവികമാണ്. ഇപ്പൊ ഞങ്ങളുടെ ടീം, സർവേ ടീം 7 ടീമായി തിരിഞ്ഞ് കേരളത്തിൽ എല്ലായിടത്തും ഉണ്ട് ഈ ദിവസങ്ങളിൽ. CPM പോലും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കാണുന്നതെന്നറിയോ? വീട്ടിൽ പോയി ചോദിക്കണം എന്നുള്ളതാണ്. അത് ഒരു 10 വർഷം പിണറായിക്കെതിരെ നമ്മൾ പല വിഷയങ്ങളും ഉന്നയിച്ചിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി മാറിയിരിക്കുന്നത് വീട്ടിൽ പോയി ചോദിക്കണം. ഞങ്ങൾ കടുത്ത സഖാക്കള് ഞങ്ങൾക്ക് ഒപ്പിട്ട് തരികയാണ്. നമുക്ക് ആർക്കാണ് വോട്ട് ചെയ്യുന്ന ചോദ്യം. LDF, UDF, NDA, മറ്റുള്ളവർ നോട്ട. LDF എന്നിട്ട് അടി എഴുതിച്ചിരിക്കുകയാണ്, പിണറായി നോക്കണം. ഞങ്ങൾ കിട്ടിയിരുന്ന പല സ്ഥാനത്തുള്ള സഖാക്കളെ പാർട്ടി ഗ്രാമത്തിലാണ്. അപ്പൊ ഇത്രയധികം വിഷയങ്ങൾ ഉണ്ടായിട്ടും ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി മാറുന്നത് വീട്ടിൽ പോയി ചോദിക്കണം എന്നുള്ള വാക്കാണ്. ഇതൊക്കെ ഒരു നിയോഗമാണ്. ഞാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ നമ്മൾ വിശ്വസിക്കുന്നത് ഇത് അവസാനിക്കുന്നത്. പക്ഷേ ഇത് അവസാനിച്ചാലും ഷാജഹാൻ സാർ പറഞ്ഞതുപോലെ ഈ ചന്ദ്രശേഖരൻ വെട്ടിക്കൊന്നത് ഇടതുപക്ഷ ഭരണകാലത്തല്ല. KM ഷാജഹാനെ കൊല്ലാൻ തീരുമാനിച്ചത് ഇടതുപക്ഷ ഭരണകാലത്തല്ല. അപ്പൊ അതുകൊണ്ട് ഈ ഫാസിസ്റ്റ് പ്രസ്ഥാനങ്ങൾ എവിടെയാണെങ്കിലും അവർക്ക് അധികം ആളൊന്നും വേണ്ട. അവരൊരു ഗൂഢാലോചന നടത്തുന്നു. അവർ ഏതറ്റം വരെ പോയി മനുഷ്യനെ തീർക്കാൻ തീരുമാനിക്കും. ഇനി എന്റെ കാര്യം തന്നെ 100ലധികം കേസുകൾ പ്രതിയായി. എനിക്ക് കേസിനെ കുറിച്ച് പറയാൻ പേടിയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കേസിലും ജാമ്യമുണ്ട്. ഈ ജാമ്യത്തിൽ ഇതെല്ലാം എഴുതുന്നു. നമ്മൾ ഏത് കേസിൽ എന്ത് ജാമ്യ വ്യവസ്ഥയാണ് ഉള്ളതെന്നുള്ളത്. ഏതെങ്കിലും ഞാൻ ഒരു കേസിനെ കുറിച്ച് പറഞ്ഞാൽ ചിലപ്പോൾ ആ കേസിനെ കുറിച്ച് മിണ്ടരുത്. ചില മുതലാളിമാരെ കുറിച്ച് മിണ്ടരുത് എന്നാണ് ജാമ്യ വ്യവസ്ഥ. മിണ്ടരുത്. അപ്പൊ നമ്മൾ ചോദിച്ചു അപമാനിക്കരുത് എന്ന് നമ്മൾ കേൾക്കാറുണ്ട്. അല്ല, മിണ്ടരുത്. ആ പേര് പോലും പറയാൻ പറ്റത്തില്ല. ഞാൻ ചില സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ചില മുതലാളിമാരെ കുറിച്ച് ആളുകൾ ചോദിക്കും. അപ്പൊ ഞാൻ പറയാം എനിക്ക് ആ മുതലാളിയെ കുറിച്ച് മിണ്ടാനുള്ള അധികാരമില്ല. അപ്പം അവിടെയും നമ്മൾ വരണം. ഈ സിസ്റ്റം പിണറായി ഒരു എന്നെ വേട്ടയാണ് മുമ്പിൽ നിന്നത് PV അൻവർ. PV അൻവർ ഒരു പോസ്റ്റർ ബോയ് മാത്രമേ. ഞാൻ അതിനുശേഷം എനിക്കതിന് ആദ്യം വരാതെ കൊടുത്ത ശ്രീനിധിനോട് ഞാൻ സംസാരിച്ചു.
ഇവരൊക്കെ ഇതിന് നിമിത്തമാണ്, ഒരു വലിയ സംവിധാനമാണ്. ഇന്നിപ്പോ നമുക്കറിയാം, ഇന്ന് എന്റെ കിട്ടിയിരിക്കുന്ന രേഖ അത് കൊടുക്കണോ വേണ്ടെന്ന് ആലോചിച്ചാൽ വിഷമിച്ചിരിക്കുക. കാരണം ഈ രേഖ വളരെ നിർണായകമായ രേഖയാണ്. പക്ഷെ അത് കൊടുത്താലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഞാനത് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. പക്ഷെ ലീഗൽ പ്രോബ്ലം പരിശോധിക്കും. കൊടുത്താൽ കുഴപ്പമില്ല വെച്ചാൽ, ഇത് പിണറായിയെയും CPM-നെയും മാത്രമല്ല, കോൺഗ്രസിനെയും BJP-യെയും മത നേതാക്കളെയും പത്രക്കാരെയൊക്കെ ബാധിക്കുന്ന വിഷയമാണ്. എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നടത്തിയ ഒരു കറപ്ഷന്റെ രേഖയാണ്. ഈ രേഖയ്ക്ക് വേണ്ടി പരാതിക്കാരനായ ഷോൺ ജോർജ് കോടതി പോലും കിട്ടാത്ത രേഖയ്ക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇത് പറയുമ്പോൾ നമ്മളൊരു പിണറായി മാത്രമല്ല, ഈ സംവിധാനങ്ങളുടെ ഭാഗമായി 2014 പിണറായി വിജയൻ അധികാരത്തിൽ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വെള്ളാപ്പള്ളി നടേശനെ പിടിച്ച് അകത്തുള്ള ഒരു വ്യാമോഹമാണ്. എന്നെ ഇത്രയും കാലത്തെ പത്രപ്രവർത്തന ജീവിതത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും കറക്റ്റഡ് ആയിട്ടുള്ള, ഏറ്റവും ദുർമാർഗികമായിട്ടുള്ള ഒരു ആള് മറ്റുള്ളവരെയൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വെള്ളാപ്പള്ളിയാണ്. മറ്റുള്ളവരെ പോലെ അല്ല വെള്ളാപ്പള്ളി. അപ്പൊ വെള്ളാപ്പള്ളി നടേശൻ 2014 കേരളത്തിലെ ഏറ്റവും വലിയ വർഗീയവാദം ഇറക്കുക. കേരളത്തിൽ ശ്രീനാരായണ തല എങ്ങനെയോ പൊട്ടിച്ചിട്ട് അതുകൊണ്ട് കേരളം ഇവിടെ നടന്നു വർഗീയത പറയും. വെള്ളാപ്പള്ളി പിണറായി വിജയനെ വെല്ലുവിളിച്ചു. അപ്പൊ ഞാൻ ഓർത്തു ഈ വൃത്തികളുടെ തീരും. പക്ഷെ നമ്മൾ എന്താ കണ്ടത്? വെള്ളാപ്പള്ളിയുടെ പിണറായിയുടെ ഏറ്റവും വലിയ വിശ്വസ്തൻ, നവോത്ഥാന നായകൻ ആയി മാറി വെള്ളാപ്പള്ളി നടേശൻ. ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു പിണറായി മാത്രമല്ല ഈ സിസ്റ്റമാണ്. പിണറായി വിജയൻ അസ്തമിച്ചാലും ഇതൊക്കെ ഇങ്ങനെ ആകെപ്പാടെ വ്യത്യാസം, പിണറായിക്ക് കുറച്ചുകൂടി പക വീട്ടാനുള്ള വാശിയും മറ്റുള്ളവർ എന്തു പറയും എന്നുള്ള കൂസലില്ലായ്മ. ഇപ്പൊ കോൺഗ്രസ്സുകാരൊക്കെ ആണെങ്കിൽ 3 വാർത്ത വരുമ്പോൾ പേടിച്ചു, പക്ഷെ പിണറായി പേടിക്കുന്നില്ല. അതുകൊണ്ടൊരു അതിന്റെ ഒരു ശക്തി കുറവായിരിക്കുന്നുള്ളൂ. കാരണം ഈ ജാക്കബിനൊക്കെ നന്നായിട്ട് അറിയാം ഏത് സർക്കാരാണെന്നുള്ളത് ബാധകമല്ല. ഇപ്പൊ കോവിഡ് കാലത്ത് സകല മന്ത്രിമാരും ഹോമിയോ മരുന്ന് കഴിക്കുമായിരുന്നു. പക്ഷെ ഹോമിയോ മരുന്നിന് ഔദ്യോഗികമായി പ്രതിരോധ മരുന്നായി കൊടുക്കാൻ ഇവർ സമ്മതിക്കുമായിരുന്നില്ല. ഇത്തരത്തിലുള്ള ഒരു ഇരട്ടത്താപ്പ് നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ അതുകൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തിയല്ല ഈ സിസ്റ്റമാണ് പ്രശ്നം എന്ന് മനസ്സിലാക്കുന്നത്. ഞാൻ ഒരിക്കലും കരുതുന്നില്ല എനിക്കെതിരെയുള്ള ഭീഷണി പിണറായി ഇറങ്ങുന്നതോടുകൂടി അവസാനിക്കുന്നില്ല. കാരണം ഈ സിസ്റ്റത്തിനെതിരെ പോരാടുമ്പോൾ ഒരു പക്ഷം ചേരാതെ നിന്നാൽ സ്വാഭാവികമായും ശത്രുക്കൾ ഒരുമിച്ച് നിൽക്കും. എന്നെ 2023 പിണറായി വിജയൻ വേട്ടയാടുമ്പോൾ അന്നത്തെ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് PV അൻവറിനെ വിളിച്ച് എല്ലാവരുടെയും പിന്തുണയും കൊടുത്തുവന്ന് PV അൻവർ തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനോട് ഇവിടുത്തെ സ്ഥിതി എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്തായാലും ഈ പിണറായിസ്റ്റ് ഭീകരത എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ തൽക്കാലത്തേക്ക് മാറിയാലും ഈ ഫാസിസ്റ്റ് രോഗം മാറുന്നില്ല. നമ്മൾ ജനാധിപത്യ ബോധത്തോട് ഒരുമിച്ച് നിൽക്കണമെന്ന് പറയാനുള്ളൂ. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. കാരണം ഇരകളിലൂടെ ഒരുപാട് പേരുണ്ട്. അവരവരുടെ കഥ പറയട്ടെ. കുറച്ച് നമ്മുടെ കണ്ണൂർ തോന്നിരിക്കുന്ന കുട്ടികളുണ്ട്, അവരൊക്കെ പറയട്ടെ എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. താങ്ക് യു. Different angles. Don't forget to subscribe and support this channel.